ഇവനല്ല ഇത് ചെയ്തതെന്ന്. ഭീമനാണ്. ഇവൻ എന്റെ രോഗിയാണ്. ഇവനെ പ്രകോപിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. യാദൃശ്ചികമാണെങ്കിലും നിങ്ങൾ നന്നായി അഭിനയിച്ചു. ഇത് ആയുധമല്ല. ഞാൻ പേടിച്ചുപോയി. ശകുന്തള നിൽക്ക്. ആരാണ് ജയദ്രഥ രാജാവ്? ഭീമന്റെ രക്തബന്ധുവാണ്. പുരാണ കഥാപാത്രമാണ് അയാൾ. ഭീമൻ വധിക്കാത്ത ഒരേ ഒരാൾ. പകരം അയാളുടെ മുടി മുറിച്ച് മഹാഭാരതത്തിൽ ഭീമൻ അയാളെ ആക്ഷേപിക്കുന്നുണ്ട്. ദിലീപന്റെ സാരിയിൽ വലിക്കുന്നത് ഭീമൻ കണ്ടപ്പോൾ അയാൾ പറഞ്ഞതെന്താണ്? നീ അയാളെ തടഞ്ഞപ്പോൾ അയാൾ ഉറക്കെ ശബ്ദിച്ചത് എന്താണെന്ന്? അത് സാധ്യമല്ല. നീ കളവ് പറയുകയാണ്. അയാൾക്ക് ദിലീപിന്റെ പേരറിയില്ല. നിനക്കറിയാം. പറയൂ, എന്താണ് അയാൾ പറഞ്ഞത്? പറയൂ. നിനക്ക് അധരചലം വായിക്കാൻ അറിയാമെന്നല്ലേ നീ പറഞ്ഞത്? പറയൂ, എന്താണ് അയാൾ പറഞ്ഞത്? ദുശാസനൻ. ദിലീപിനെ ഭീമൻ ദുശാസനനായി തെറ്റിദ്ധരിച്ചു. നിൽക്ക്, പോകാൻ വരട്ടെ. ദിലീപന്റെ സാരിയിൽ വലിക്കുന്നത് ഭീമൻ കണ്ടപ്പോൾ ആട്ടക്കഥയിലെ ദ്രൗപദി വസ്ത്രാക്ഷേപമല്ലേ അയാൾ ഓർത്തത്? എനിക്കറിയില്ല. ദിലീപ് ദുശാസനൻ. അപ്പോൾ ഞാനോ? എനിക്കറിയില്ല. ദിലീപ് ദുശാസനെങ്കിൽ ഞാൻ ആരാണ്? ഭീമന്റെ പ്രേമ കഥാപാത്രമായ ദ്രൗപദിയെ അയാൾ എന്നെ കണ്ടിരിക്കില്ല. എനിക്കറിയില്ല. ഞാൻ ദ്രൗപദി, പ്രാണപ്രിയയായ ദ്രൗപദി. നീ ആരാണ്? നീ ആരാണ്? ഭീമൻ. നീ ഇപ്പോൾ എവിടെയാണ്? നീ എന്നാണ് ഇങ്ങോട്ട് വന്നത്? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിനക്ക് ഇഷ്ടമുള്ള നിറം ഏതാ? കടും ചുവപ്പ്, മഞ്ഞ, ഇളം നീല? നീ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചതായ? ഗുരുവിനെ.
കൂടുതൽ സ്നേഹം തന്നതാരാണ്? അമ്മ. ആ അമ്മ ഇപ്പോൾ എവിടെയാണ്? ശരി, നിനക്ക് മറ്റാരൊക്കെയുണ്ട് അമ്മയെ കൂടാതെ? നാല് സഹോദരങ്ങൾ. നിങ്ങളെ നാട്ടുകാർ വിളിച്ചിരുന്ന പേര്? പാണ്ഡവർ. ഭീമ, നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകണ്ടേ? വടക്ക് കാടും തോടും നെൽവയലുകളും അമ്പലവും കാവും ഉത്സവങ്ങളും എല്ലാം ഉള്ള നിന്റെ നാട്. എന്റെ വീട്, എന്റെ വീട്. ഇതാ നിന്റെ വീട്. ഇത് നിന്റെ വീടാണ്. ഭീമന്റെ, സീതമ്മയുടെ, പാണ്ഡവരുടെ. അന്ന് നിന്റെ അമ്മ വീട്ടിലില്ലായിരുന്നു. അർദ്ധരാത്രിയിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ നിങ്ങളെ നശിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയ വന്യച്ഛന്റെ മക്കൾ. പുറത്തു കിടന്ന നിന്നെ കട്ടിലിനോട് ബന്ധിച്ച് അകത്ത് കിടന്നുറങ്ങിയ നിന്റെ സഹോദരങ്ങളെ പുറത്തു നിന്നും പൂട്ടി അവർ വീടിന് തീ വെച്ചു. ആ തീയിൽപ്പെട്ട് നിന്റെ 4 സഹോദരങ്ങളും മരിച്ചു. അവൻ വിശ്രമിക്കട്ടെ. നല്ല മൂടാണ്. എല്ലാം ഓർക്കും. നോർമലായിക്കൊണ്ടിരിക്കും. എനിക്കെല്ലാം അറിയാം. ഭീമൻ ഇനി ഉണരുമ്പോൾ നിങ്ങൾ ആരെയും ഇവിടെ കാണണ്ട. കാരണം ഇത് ഭീമന്റെ വീടാണ്. പറഞ്ഞതുപോലെ ചെയ്യുക. ഭീമ, നിന്റെ അമ്മ നിന്നെ വിളിക്കുന്നു. നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ അമ്മയുടെ വിളി നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ?
പറ്റിയത്? ഒരു വർഷമായി നിന്റെ അമ്മ മരിച്ചു. അല്ല, കൊല്ലപ്പെട്ടിട്ട്. മധുവിന്റെ കൊലപാതകത്തിന് ശേഷം ആശാൻ പരിശീലന കളയും. നീ നിന്റെ വീട്ടിൽ ഏകാശ്രയമായ നിന്റെ വിധിയിൽ മനം നൊന്ത് ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറായ നിന്റെ അമ്മ സീതമ്മ ഒരു ദിവസം ക്ഷിപ്രകോപിയായ നിന്റെ മുൻപിൽ ദുശാസന വേഷം കെട്ടി നിന്നെ പ്രകോപിപ്പിച്ചപ്പോൾ തിരശീലയിലെ ചതുരക്കളിയിൽ മലർത്തി കിടത്തി വെട്ടുകത്തി കണ്ട് നെഞ്ചിൽ കൂട് പിളർത്തി രക്തം പാനം ചെയ്തത് നീ മറന്നോ? ചിതറിത്തെറിച്ച ചൂടുള്ള രക്തം തറയിലൂടെ ഒഴുകിയപ്പോൾ ഒരു തോർത്തിൽ മുക്കിയെടുത്ത മതിവരുവോടെ കുടിച്ചത് നീ മറന്നോ? പിന്നെ പാടാൻ മാത്രം അറിയാവുന്ന മധുക്കുട്ടനെ കൊന്നത് ആരാണ്? അമ്മയെ കൊന്നവൻ, സുഹൃത്തിനെ കൊന്നവൻ. ഇല്ല, കൗരവരെ പാണ്ഡവർക്കും മഹാഭാരതയിൽ ദുര്യോധനനെ ദുശാസനനെ വായുപുത്രനായ ഭീമൻ കൊന്നു. അതെ, ഭീമനാണ് കൊന്നത്. ഭീമൻ. എന്നെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഞാൻ സൈരന്ധ്രിയാണ്. വിരാട രാജധാനി വേഷപ്രച്ഛന്നയായ ദ്രൗപദി. എനിക്ക് വേണ്ടിയാണ് ഗന്ധർവ രാജകുമാരനായ നീ കീചകനെ കൊന്നത്. നിനക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? ദ്രൗപദി, സൈരന്ധ്രി. അവശേഷിക്കേണ്ടത് ഒരാൾ മാത്രം, ഒറ്റ ദ്രൗപദി മാത്രം. അവിടെ ഭീമനല്ലേ ശകുന്തളയോട് സംസാരിച്ചു നിൽക്കുന്ന പോലെ? അയാളുടെ ചുണ്ടുകൾ ചലിക്കുന്നു. അത്ഭുതകരം. പ്രേമേ, നീ അവളെ വരുത്തിയത് വളരെ നന്നായി. ഞാൻ വരുത്തിയതല്ല, അവൾ വന്നതാണ്. അവൾക്ക് സഹായിക്കണമത്രേ. ശകുന്തളയ്ക്ക് അയാളെ നയിക്കാൻ കഴിയും. അവൾക്ക് അയാളിൽ നല്ല സ്വാധീനമുള്ളതുപോലെ. ശകുന്തള അവളെ ഭീമൻ ഉപദ്രവിക്കില്ലെന്ന് പറയുന്നു. അവർ തമ്മിലുള്ള ബന്ധം എന്തെന്ന് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. അവസാന കളിക്ക് ശകുന്തള ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അവൾ നമുക്ക് കഴിയുന്നതിനേക്കാൾ അയാളെ സഹായിക്കാൻ അവൾക്ക് കഴിയും. ഇല്ല ഇല്ല ദിലീപ്, അത് നടക്കില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ ചികിത്സാ സമ്പ്രദായം നീതീകരിക്കാൻ ശ്രമിക്കുകയാണോ? ഡോക്ടർ ദിലീപ്, ഞാനൊന്ന് തുറന്ന് ചോദിക്കട്ടെ. ഇവളെന്റെ അവസാനത്തെ കളിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അയാൾ വയലന്റ് ആകുന്ന സമയത്ത് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ ശകുന്തള മാത്രമാണ്. അതുകൊണ്ട് അതിന്റെ അപകട സാധ്യത. സാധാരണയുള്ള ഒരു ഓട്ടോപ്സി, അത് കഴിഞ്ഞാൽ
ആരും അറിയുന്നില്ല. ശവശരീരം ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കുക. ഭീമനെ ഞാൻ കൊണ്ടുവരും. എന്റെ ഒടുവിലത്തെ അവസരം. എങ്ങനെയാണ് നിങ്ങളുടെ ഒടുവിലത്തെ അവസരമാവുന്നത്? തുറന്നു പറയൂ പ്രേമേ, എന്തിൽ നിന്നാണ് നിങ്ങൾ ഓടി ഒളിക്കുന്നത്? എന്തിലേക്കാണ് നിങ്ങൾ ഓടി അടുക്കുന്നത്? മറന്നു വെച്ചു മൂർച്ചയുള്ള മോർച്ചറിയിൽ നിന്നും വയർ കീറിപ്പൊളിച്ചൊരു ശവശരീരം. പിന്നെ ശകുന്തള, ദുര്യോധനൻ. എന്റെ ഒടുവിലത്തെ അവസരം. നിങ്ങൾ എന്നെ സഹായിക്കില്ലേ? നിങ്ങൾ എന്നെ സഹായിക്കില്ലേ? നിങ്ങൾ എന്നെ സഹായിക്കും. എനിക്ക് എന്തോ ഒരു ഉറപ്പില്ലായ്മ, ഒരു ദുസ്സകുല സൂചന. നിങ്ങളെല്ലാം അവരുടെ ഔചിത്യത്തിൽ വിടുന്നു. അതാണല്ലോ ഔദ്യോഗിക മര്യാദ. തീർച്ചയായും നിങ്ങൾ ഇവിടെ കാണണം. ഇവിടെ ഉണ്ടാകുമല്ലോ. എന്നിൽ നിന്ന് ഡോക്ടർ പ്രേമ ഒരു വാക്ക് നേടിയിരുന്നു. ഭീമന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുകയില്ല. അതാശ്ചര്യകരമായിരിക്കും. പക്ഷേ അവർക്ക് അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ? പക്ഷേ ഭീമൻ ഒരിക്കലും. എനിക്കറിയില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നൊരു കത്തി കാണുന്നില്ല. ഞാൻ എണ്ണി നോക്കി. മോർച്ചറിൽ നിന്നൊരു ശവം കാണാതായിരിക്കുന്നു. ഇന്നത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞാലേ. നിങ്ങൾക്ക് ആരെങ്കിലും സഹായത്തിന് വരട്ടെ. നിങ്ങളെ അയാൾ വധിക്കും. നിങ്ങൾ ദുര്യോധനാണെന്നാണ് കാരണം. ഈശ്വര, ദൈവമേ, ദൈവമേ, ദൈവമേ. അദ്ദേഹം നിന്നെ ദ്രൗപദിയായിട്ടോ അങ്ങനെ കണ്ടുവോ? ഞങ്ങൾ കുട്ടികളെ പോലെ കളിക്കുമായിരുന്നു. അങ്ങനെ നിന്നെ ദ്രൗപദി എന്ന് വിളിച്ചു? പക്ഷേ എല്ലാ കുട്ടികളും ഇങ്ങനെയുള്ള സങ്കല്പരംഗങ്ങളിൽ മുടുകാറുണ്ടല്ലോ. നിന്റെ ഭാവന അതെങ്ങനെയായിരുന്നു? കമോൺ, നിന്റെ ഭാവന അതെങ്ങനെയായിരുന്നു? ഭീമന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നീ തയ്യാറാണ് അല്ലേ? ഭീമന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നീ തയ്യാറാണ് അല്ലേ? തീർച്ചയായും. അപ്പോ ഭീമന് വേണ്ടി എന്തും ചെയ്യാൻ നീ